മാളൂനെ കിട്ടിയില്ലെങ്കിൽ നിന്റെ സ്ഥാനം ഈ കൈലാസത്തിന് പുറത്താ. അമ്മേ, ആ ടോർച്ച് ഓൺ ചെയ്. എന്താ അമ്മേ, ഓൺ ചെയ്. ഒന്നും അറിയത്തില്ല. ഇവിടെ അടിച്ചേ. ആ, അങ്ങോട്ട് പോവാ. മോളെ, ആ ഗുരുവമ്മയുടെ ശിഷ്യ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? അതെന്താ അമ്മയ്ക്ക് ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? അല്ല, കുറെ നാളായല്ലോ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് അവിടെ എവിടെയും കൊണ്ടുപോയി കുഴിച്ചിടുകയും കെട്ടുകയൊക്കെ ചെയ്യുന്നു. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അമ്മ വിശ്വാസം കൈവിടരുത്. ഈ വഴിയും കാടും ഒക്കെ കണ്ടില്ലേ? എനിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതൊക്കെ കാണാതിരിക്കാൻ. ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് എന്തു തോന്നുന്നു? നല്ല പേടി തോന്നുന്നു. ഈ കാടിനുള്ളിൽ ഇങ്ങനെ ഒരു മരം ഉണ്ടെന്നും അവിടേക്ക് പോകാനുള്ള വഴി ഇത്ര റിസ്ക് ആണെന്നും ഒക്കെ അവര് വെറുതെ പറഞ്ഞതൊന്നും ആയിരിക്കില്ല. അവർക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടാവും. അതുകൊണ്ട് അമ്മ വിശ്വാസം കൈവിടരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്നാ വാ. മോളെ, ഇവിടൊക്കെ പാമ്പുണ്ടാവോ എന്തോ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ വന്നേ അമ്മ ഇങ്ങോട്ട്. വന്നേ. എന്റെ ശ്രീ മഹേശ്വര, ഞാൻ എത്ര നേരം ഗൗരി ചേച്ചിയെ വിളിക്കുന്നു. ചേച്ചി എന്താ വരാത്തെ? ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി. ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി. ഗൗരി ചേച്ചി. എന്റെ ശ്രീ മഹേശ്വര, ഗൗരി ചേച്ചി എന്താ വരാത്തത്? പേടിയാവുന്നു. ഗൗരി ചേച്ചി. ഗൗരി ചേച്ചി.
ദേ അവിടെയാ മരം. ശ്ശോ, ഈശ്വരാ. മോളെ പതുക്കെ. ഇത് അവിടെയാ. അമ്മേനൊന്ന് പിടിച്ചേ. ഓക്കെ അമ്മ. എന്റെ ശ്രീ മഹേശ്വര, ഗൗരി ചേച്ചി. ഒന്നുകൂടെ അടി. സ്ട്രോങ് ആയി. ഓക്കെ ഓക്കെ അമ്മ. ഇതോടാ ശല്യം തീർന്നു. അവളിനി ഇവിടുന്ന് രക്ഷപ്പെടരുതമ്മേ. ഗൗരി ചേച്ചി. എന്റെ ശ്രീ മഹേശ്വര, ഗൗരി ചേച്ചി എന്താ വരാത്തത്? ഗൗരി ചേച്ചി. ഗൗരി ചേച്ചി. ഗൗരി ചേച്ചി. ഭഗവാനെ, ഗൗരി ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണെങ്കിൽ ചേച്ചി അതിൽ നിന്ന് രക്ഷിക്കണേ. ഗൗരി ചേച്ചി വന്നോ മാളുവിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് മാളുവിനെ കണ്ടെത്താൻ സഹായിക്കണം ശ്രീ മഹേശ്വര. ഗൗരി ചേച്ചി. ആ ഗൗരിയുടെ കാര്യത്തില് ഒരു തീരുമാനമായി. എത്ര നാളത്തെ സ്വപ്നമായി ഇപ്പൊ സത്യമായത്. അതെ അതെ. ഇനി ഗൗരിയെ ഈ ബന്ധനത്തിൽ നിന്ന് ആര് മോചിപ്പിക്കാൻ വന്നാലും ഇതിന് കാവലായിട്ടുള്ള ആത്മാവ് അവരുടെ കാര്യത്തില് ഒരു തീരുമാനമാക്കിക്കോളും. മോളെ, ഒരു സംശയം. ഇനി എന്തിനാ അമ്മേ സംശയം? എല്ലാം കഴിഞ്ഞില്ലേ? അല്ല, എന്നാ ചോദിക്കേ, എന്താ അമ്മയുടെ സംശയം? ഇപ്പോ നമ്മള് തുറന്നുവിട്ട ആത്മാവ് നമ്മളെ ഉപദ്രവിക്കൂ? ഏയ് ഇല്ല. വേറൊന്നുമല്ല, ഒരു പ്രേതത്തെ കൊണ്ടുള്ള ശല്യം കാരണം ഈ രാത്രിയില് ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തത്. അതിന് ഇനി ഇതിന്റെയും കൂടി ഉപദ്രവം അത് ആലോചിച്ചിട്ട് വയ്യ. അതുകൊണ്ടാ. ഏയ് അതൊന്നും ഉണ്ടാവില്ല. അമ്മ വാ വാ, ഇനി ഇവിടെ നിൽക്കണ്ട. എനിക്ക് പേടിയാവുന്നമ്മ. വാ.
ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി. മോനെ, മോളുടെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കുന്നില്ല മോനെ. സഹിച്ചേ പറ്റുമേ. തൽക്കാലം അമ്മ അധികം അവളുടെ അടുത്തേക്ക് പോകണ്ട. കുറച്ചു സമയം കരഞ്ഞു കഴിയുമ്പോ അവൾ നിർത്തിക്കോളും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഗോകുൽ? അവള് കുഞ്ഞല്ലേ, ഇങ്ങനെ കരഞ്ഞ എന്തെങ്കിലും അസുഖം വരില്ലേ? അത് മാത്രമല്ല, ഇതുവരെ അവളൊന്നും കഴിച്ചിട്ടുമില്ല. എന്റെ അമ്മ നന്നായി വിശക്കുമ്പോ കഴിച്ചോളും. അവളെ കൂടെ നന്മയ്ക്ക് വേണ്ടിയില്ല നമ്മളിതൊക്കെ ചെയ്യുന്നത്. കുറച്ചുകൂടെ ക്ഷമിച്ചേ മതിയാവും. നാളെ രാവിലെ നമ്മൾ ഒന്നും അറിയാത്ത പോലെ കുഞ്ഞിനെ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് കൊണ്ടുപോയി വിടണം. നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. എനിക്കെങ്ങും മാണു നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. എനിക്കത്രേ ഉള്ളൂ. ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ എത്രയും നാളായി കാത്തിരിക്കുമായിരുന്നു അമ്മേ. എന്തൊക്കെ ചെയ്തു. അന്നൊക്കെ എല്ലാ ശ്രമങ്ങളും ഒടുക്ക എങ്ങനെയെങ്കിലും പരാജയപ്പെടും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിജയിച്ചു. അതെ, ആ പിശാചിന്റെ കാര്യത്തില് അങ്ങനെ ഒരു തീരുമാനമായി. ഈ പൂജ ആണിയടിക്കലും എല്ലാം എന്റെ തലയിൽ തൂണ് വീണ് കല്യാണം മുടങ്ങുന്നതിന് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ മഹേട്ടന്റെ ഭാര്യയായനെ. നീ പേടിക്കണ്ട മോളെ, ഇനി അവസരമുണ്ടല്ലോ. ഗൗരിയെ തളച്ച സ്ഥിതിക്ക് ഇനി ഈ ഗംഗയെ പുറത്താക്കുന്നത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ അടുത്ത ലക്ഷ്യം ഗംഗയെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാ. അവളെ സഹായിക്കാൻ ഇനി ഗൗരി വരില്ലല്ലോ.
എത്ര ദിവസം ഗംഗയ്ക്ക് ഈ വീട്ടിൽ ഗൗരിയുടെ സഹായം ഇല്ലാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതെ, നമുക്ക് നോക്കാം. അമ്മ വാ. എന്നെങ്കിലും മനസ്സമാധാനത്തോടെ എനിക്കൊന്ന് ഉറങ്ങണം. വാ. അയ്യോ, മാളുവിന്റെ കരച്ചിലാണല്ലോ. അയ്യോ, മാളു. മാളു മോളെ. അയ്യോ, മാളൂരെ കാണുന്നില്ലല്ലോ. എന്റെ കുഞ്ഞെവിടെ പോയി? മോളെ, മോളെ. ഗോകുലെ, മാളൂരെ കാണുന്നില്ല. അതെ, അവളെവിടെ പോയെന്ന് തോന്നുന്നു.
എനിക്കറിയില്ല. മുറിയിലെ ബഹളം കേട്ടാ ഞാൻ ചെന്ന് നോക്കിയത്. മുറിയിലൊന്നും അവളെ കാണുന്നില്ല. നീ വേഗം വാ, എനിക്ക് ആകെ ടെൻഷനാവുന്നു. മാളു, മാളു, മോളെ. സാറേ, ദാ, ഈ ഗംഗയാ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിട്ടത്. കൊച്ചു സ്കൂളിൽ ചെന്നിട്ടില്ലെന്നാ അവര് പറയുന്നേ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് സാറ് തന്നെ ഗംഗയോട് ചോദിക്കണം. പറയൂ ഗംഗ, എന്താ ഉണ്ടായത്?